നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. റായ്പൂരിൽ നടക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന ന്യൂസിലാൻഡ് മികച്ച സ്കോർ തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ്. ഒരു 180-190 ഒക്കെ ഒരു പാർ സ്കോർ ആകുമായിരുന്നിടത്താണ് 200 അവർ കടന്നിരിക്കുന്നതെന്ന കാര്യം ഓർക്കണം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മിച്ചൽ സാന്റ്നറുടെ ക്യാപ്റ്റൻ ഇന്നിങ്സാണ്. 27 പന്തിൽ 6 4ഉം 1 6ഉം അടക്കം 47 റൺസുമായിട്ട് അദ്ദേഹം കിടിലൻ ഇന്നിങ്സ് കളിച്ച് പുറത്താകുന്നു. പിന്നെ അവസാനത്തെ 2 ബോളുകളിൽ 6ഉം 4ഉം ഒക്കെ അടിച്ചുകൊണ്ട് സാക് ഫോക്സ് തൻ്റെ സംഭാവന നൽകി. 8 പന്തുകളിൽ നിന്ന് 2 4ഉം 1 6ഉം അടക്കം 15 റൺസ് അടിച്ച് അദ്ദേഹവും പുറത്താകുന്നപ്പോൾ കിടിലൻ ഫിനിഷിംഗ് ആണ് അവർ നടത്തിയത്. ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം വിക്കറ്റുകൾ ഇങ്ങനെ വീണുകൊണ്ടിരുന്നെങ്കിലും വേഗത്തിൽ തന്നെ റണ്ണടിച്ചു പോയി. അതിൽ രജിൻ രവീന്ദ്രയുടെ പങ്കെടുത്ത് പറയണം. 26 പന്തുകളിൽ നിന്ന് 2 4ഉം 4 6ഉം. ഒരുപക്ഷെ ഈ ഇന്നിങ്സിൽ ആകെ പിറന്ന സിക്സറുകളിൽ പകുതിയും അദ്ദേഹമാണ് അടിച്ചത്. ആകെ 8 സിക്സറാണ് ന്യൂസിലാൻഡ് അടിച്ചത്, 4ഉം അദ്ദേഹം അടിച്ചു. 2 4ഉം 4 6ഉം അടക്കം 26 പന്തുകളിൽ 44 റൺസാണ് അദ്ദേഹം അടിച്ചത്. അപ്പോൾ സാന്റ്നറും രജിനും നടത്തിയിട്ടുള്ള ഈ വെടിക്കെട്ട് പ്രകടനമാണ് അവരെ 200 കടത്തിയത്. ഓപ്പണിങ്ങിൽ ഡെവൻ കോൺവോയും ടിം സീഫേർട്ടും ചേർന്നുകൊണ്ട് 43 റൺസിൻ്റെ തുടക്കമായിട്ടത്. ഡെവൻ കോൺവോയ് 4ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ മടങ്ങി. 9 പന്തിൽ നിന്ന് 3 4ഉം 1 6ഉം അടക്കം അദ്ദേഹം 19 റൺസ് അടിച്ചിരുന്നു. ടിം സീഫേർട്ട് 13 പന്തിൽ നിന്ന് 24 റൺസാണ് അടിച്ചത്. വരുൺ ചക്രവർത്തിയുടെ പന്തിൽ ഇഷാൻ കിഷൻ പിടിച്ചാണ് അദ്ദേഹം പുറത്തായത്. ഗ്ലെൻ ഫിലിപ്സ് 13 പന്തിൽ നിന്ന് 19 റൺസ് അടിച്ചപ്പോൾ ഡാരൽ മിച്ചൽ 11 പന്തിൽ നിന്ന് 18 റൺസാണ് അടിച്ചത്. ചാപ്മാൻ 13 പന്തിൽ നിന്ന് 10 റൺസും അടിച്ചു. അതേസമയം മിച്ചൽ സാന്റ്നറുടെ കിടിലൻ ഇന്നിങ്സ് 27 പന്തുകൾ 47 റൺസ് നോട്ട് ഔട്ട്. ഫോക്സിൻ്റെ 8 പന്തുകൾ 15 റൺസ് നോട്ട് ഔട്ട്. ഇതും കൂടി ചേർന്ന് മികച്ച രൂപത്തിൽ അവർ ഇന്നിങ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ത്യൻ ബൗളിങ്ങിൽ വരുൺ ചക്രവർത്തിയും കുൽദീപും നല്ല രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞു. 4 ഓവറിൽ 35 റൺസിന് 1 വിക്കറ്റ് വരുൺ എടുത്തപ്പോൾ 4 ഓവറിൽ 35 റൺസിന് 2 വിക്കറ്റ് കുൽദീപ് എടുത്തു. ഹാർദിക്ക് 3 ഓവറിൽ 25 റൺസിന് 1 വിക്കറ്റ് എടുത്തു. അതേസമയം ഹർഷ്ദീപ് സിംഗും ഹർഷിത് റാണയും വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ 53 റൺസ് വിട്ടുകൊടുത്തു. ഹർഷ്ദീപിന് വിക്കറ്റുകളില്ല. ഹർഷിത് 3 ഓവറിൽ 35 റൺസ് വിട്ടുകൊടുത്തു, 1 വിക്കറ്റാണ് വീഴ്ത്തിയത്. ശിവൻ ദൂബെ 1 ഓവറിൽ 7 റൺസിന് 1 വിക്കറ്റും വീഴ്ത്തിയിരുന്നു. എന്തായാലും 208 റൺസ്. മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. ടീം ഇന്ത്യക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ. കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.